Meet the editors. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം വിവാദമായ സാഹചര്യത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. അഭിമുഖത്തിനായി ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇതിനായി സർക്കാർ ഖജനാവിൽ നിന്നും പണം ചെലവാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചോദ്യം ഇതാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരമായോ? ഉണ്ണി ബാലകൃഷ്ണൻ, നമ്മൾ വളരെ കാത്തിരുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു. 11 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. 11:40 മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് ആ പത്രസമ്മേളനം തുടങ്ങാൻ. വളരെ പ്രധാനപ്പെട്ട തീരുമാനം പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ് വന്നതെങ്കിലും നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യം PR ഏജൻസിയെ മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ടോ അഭിമുഖത്തിനായി എന്നുള്ളതാണ്. അതിൽ വ്യക്തത വരുത്തിയോ? ഇന്നത്തെ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം അങ്ങേറ്റം നിരാശാജനകമായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒന്നിനും അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇന്ന് പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് വിശദീകരണം നൽകും എന്നുള്ളതായിരുന്നല്ലോ. നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹരിപ്പാട്ട് മുൻ MLA ആയ TK ദേവകുമാറിൻ്റെ മകൻ, ഞങ്ങളോട് സഹകരിക്കുന്ന ഒരാൾ, ആ യുവാവ്, ആ ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു, ഹിന്ദുവിനൊരു അഭിമുഖം കൊടുത്തുകൂടെ എന്ന്. നോക്കൂ, പിണറായി വിജയൻ ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളല്ല. 6 പതിറ്റാണ്ട് കാലമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, കേരളത്തിൻ്റെ രണ്ടാമതും മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ആദ്യമായി കൊടുക്കാൻ പോകുന്ന ഒരു അഭിമുഖവുമല്ല ഒരു മാധ്യമത്തിന് ഈ പറയുന്ന ഹിന്ദുവിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു രീതിയുണ്ട് എന്ന് പിണറായി വിജയൻ അറിയാമല്ലോ. സാധാരണഗതിയിൽ ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം മുഖ്യമന്ത്രിയുടേതിൻ്റെ എടുക്കണമെങ്കിൽ എന്താണ് ആ മാധ്യമം ചെയ്യുക? ആ മാധ്യമം നേരിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടും. ഇപ്പോൾ റിപ്പോർട്ടർ TVക്ക് വേണ്ടിയിട്ട് ഒരു അഭിമുഖത്തിന് നമ്മൾ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ നേരിട്ടല്ലേ പിണറായി വിജയനെ വിളിക്കുക, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറിയെ വിളിക്കുക? അതോ റിപ്പോർട്ടർ TVയുടെ മുമ്പിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരാളാണോ പോയിട്ട് റിപ്പോർട്ടർ TVക്ക് ഇങ്ങനെ ഒരു അഭിമുഖം കൊടുത്തൂടെ എന്ന് ചോദിക്കുക? അങ്ങനെ ചോദിച്ചാൽ മുഖ്യമന്ത്രി കൊടുക്കാൻ പാടുണ്ടോ? ആ സമയത്ത് മുഖ്യമന്ത്രി ചോദിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, നിനക്കെന്താ ഏർപ്പാട് ഹിന്ദുവായിട്ട്? ഹിന്ദുവിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദു എന്നെ ബന്ധപ്പെടുകയല്ലേ വേണ്ടത്? ഇവിടെ ഇപ്പോൾ വാത്സല്യം കൊണ്ട് അദ്ദേഹം അങ്ങ് സമ്മതിക്കുകയാണ്. ചെറിയൊരു കാര്യമല്ല. ഈ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും നടക്കുന്നതിനിടയ്ക്കാണ് ഈ സമയം കണ്ടെത്തുന്നത്. എന്താണ് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടുത്ത പാർട്ടിയുടെ സെക്രട്ടറി ചുമതല ആർക്ക് നൽകണം, പാർട്ടി കോൺഗ്രസ്, പാർട്ടി സമ്മേളനങ്ങൾ, അതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കണം? വളരെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അരമണിക്കൂർ സമയം, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അരമണിക്കൂർ സമയം കണ്ടെത്തി ഞാൻ നൽകി. ആർക്ക് നൽകി? ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആൾക്ക് നൽകി. സുബ്രഹ്മണ്യം ചെറിയൊരു പാർട്ടിയല്ല കേട്ടോ. അദ്ദേഹം പോയിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ഹിന്ദുവിൻ്റെ അഭിമുഖം കൊടുത്തുകൂടെ എന്ന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അരമണിക്കൂർ സമയം വാങ്ങിക്കുന്നു. എന്നിട്ട് നേരെ ഹിന്ദുവിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തുകൂടെ എന്ന്. വളരെ വിചിത്രമാണിത്. അവിടെ പോയിട്ട് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു, ഇവിടെ വന്നിട്ട് എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു. എനിക്കൊരു സംശയവുമില്ല, ഹിന്ദു പത്രത്തിൻ്റെ ഓഫീസിൽ പോയി ഈ പറയുന്ന സുബ്രഹ്മണ്യം എന്ന് പറയുന്നയാൾ കൈസൻ്റെ ആളായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഹിന്ദു അതിൻ്റെ വിശദീകരണത്തിൽ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് കൈസൻ എന്ന് പറയുന്ന PR ഏജൻസിയാണ് ഞങ്ങളെ ബന്ധപ്പെട്ടതെന്ന്. കൈസൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ സുബ്രഹ്മണ്യം അവിടെ പോയിരിക്കുന്നത്. അവിടെ പോയാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഇത്തരം PR ഏജൻസികളൊക്കെ ഉണ്ട്. അവരവിടെ പോയിട്ട് അവരുടെ അഭിമുഖങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇതൊരു അത്ഭുതകരമായ കാര്യമേ അല്ല. അപ്പോൾ ഈ പറയുന്ന സുബ്രഹ്മണ്യം അവിടെ ചെന്നിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഒരു PR ഏജൻസിയാണെന്ന് പറയുകയും അങ്ങനെ പരിചയപ്പെടുത്തുകയും മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തരാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും നിങ്ങൾ അത് എടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവരവിടെ വന്ന് ആ ഇൻ്റർവ്യൂ എടുക്കുകയാണ് ചെയ്യുന്ന. ആ സ്ഥലത്ത് സുബ്രഹ്മണ്യം ഉണ്ട് താനും. എന്ന് മാത്രമല്ല, സുബ്രഹ്മണ്യം ഒരു ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ടല്ലോ, കൈസൻ്റെ പ്രതിനിധിയെ കൂടി അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുവിന് ഒരു സംശയവുമില്ല ഇത് കൈസനുമായി ബന്ധപ്പെട്ടാണ് ഈ ഇൻ്റർവ്യൂ അപ്രോച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഒരേ സമയം സുബ്രഹ്മണ്യം എന്ന് പറയുന്ന കഥാപാത്രം മുഖ്യമന്ത്രിയെയും ഇരുട്ടിൽ നിർത്തി, അതേപോലെ തന്നെ ഹിന്ദുവിനെയും ഇരുട്ടിൽ നിർത്തി ഒരു ഇടനിലക്കാരനായി കളിച്ചു. അങ്ങനെ എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് സുബ്രഹ്മണ്യം അങ്ങനെ ഒരു ഇടനിലക്കാരനായി കളിച്ചത് എന്ന് മാത്രവുമല്ല, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, ഏറ്റവും ക്രൂഷ്യലായ ക്വസ്റ്റിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് PV അൻവറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളും സ്വർണ്ണക്കടത്തുമായും ഹവാല പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ പ്രശ്നമായി നിൽക്കുന്ന സമയത്താണല്ലോ ഇൻ്റർവ്യൂ നടക്കുന്നതെന്നേ. അവിടെ ഏറ്റവും ക്രൂഷ്യലായ ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്ത് മറുപടിയാണ് പറഞ്ഞത് ഈ പറയുന്ന ഇൻ്റർവ്യൂവിൽ? അതൊക്കെ ഞാൻ വളരെ വിശദമായി നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ദീർഘമായി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ക്രൂഷ്യലായ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമാണ്. അത് പോകട്ടെ.
അവിടെ ഈ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയത്തില്ലേ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് എന്ന്, അങ്ങനെ ഒരു പരിപാടി പിന്നെ സുബ്രഹ്മണ്യം അങ്ങ് ചെയ്തു. സുബ്രഹ്മണ്യം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവർക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തു ഈ മുൻകാലത്ത് ചെയ്തിട്ടുള്ള കാര്യം, മുൻകാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഫില്ല് ചെയ്തോളാൻ പറഞ്ഞു. അവിടെ ഹിന്ദു കാണിച്ചൊരു അനീതിയുണ്ട്, അവിടെയാണ് പ്രശ്നം. ഹിന്ദു കാണിച്ചൊരു അനീതിയാണ്, അത് ജേർണലിസ്റ്റ് മര്യാദയ്ക്ക് ചേരാത്ത കാര്യമാണ്. അയാൾ പറയുന്നത് എടുത്ത് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പാടില്ല, മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ വീണ്ടും ദുരൂഹമായിരിക്കുന്നു. ആ പറഞ്ഞ അതുകൂടി എഴുതി ഇതിനകത്ത് ചേർക്കണമെന്ന് സുബ്രഹ്മണ്യം പറയുന്നു. സുബ്രഹ്മണ്യം എന്ത് താല്പര്യമാണ് നിർവഹിക്കുന്നത്, ആരുടെ താല്പര്യമാണ് നിർവഹിക്കുന്നത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് സുബ്രഹ്മണ്യം ഈ കളി കളിച്ചിരിക്കുന്നത്? ചെറിയൊരു കാര്യമാണോ ഒരു മുഖ്യമന്ത്രി വാർത്താ അഭിമുഖത്തിൽ പറയാത്തൊരു കാര്യം തിരികെ കയറ്റുക? മുഖ്യമന്ത്രിയുടെ പോയിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കുക നിങ്ങൾക്കൊരു അഭിമുഖം കൊടുത്തൂടെ എന്ന് ചോദിക്കുക, എന്നിട്ട് ആ സമയം വാങ്ങി ഒരു ദിനപത്രത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്കൊരു അഭിമുഖം എടുത്തൂടെ എന്ന് ചോദിക്കുക, എന്നിട്ട് മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പറയാത്ത കാര്യം അങ്ങോട്ട് തിരികെ കയറ്റുക. ഇത് സുബ്രഹ്മണ്യം ചെയ്തിട്ട് മാന്യമായി ഹിന്ദു അങ്ങ് ഖേദം പ്രകടിപ്പിച്ചു. എന്തൊരു മാധ്യമ ധാർമ്മികതയാണത്, നിങ്ങളാണെങ്കിൽ ചെയ്യുമോ, അവരത് ചെയ്തു എന്ന് പറഞ്ഞൊരു ചിരിയും ചിരിച്ചത് അവസാനിപ്പിക്കാൻ പിണറായി വിജയ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിമുഖത്തിൽ നിങ്ങൾ പറയാത്തൊരു കാര്യം, വളരെ സെൻസിറ്റീവായൊരു ഇഷ്യൂ, ഈ കേരളത്തിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ നിങ്ങളുടെ വായിൽ തിരികെ ഒരു ദിനപത്രത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരാൾ വളരെ സുഖകരമായി നടന്നുകൊണ്ടിരിക്കുകയെന്നേ. അയാൾക്കെതിരെ ഒരു നടപടിയില്ല, അയാൾക്കെതിരെ ഒരു വിശ്വാസക്കുറവില്ല. ഞങ്ങളുടെ ഒരു സ്നേഹിതൻ, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ്റെ മകൻ, ഞങ്ങളോട് അടുപ്പം പുലർത്തുന്ന ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരനെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഇതിനെ വിശദീകരിക്കാൻ പറ്റില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെന്ന്. എന്താണ് ടി.ഡി. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആൾക്ക് ഇതിനകത്തുണ്ടായിരുന്ന റോള്? ആ റോൾ അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം വേണം, അതിനെക്കുറിച്ച് അന്വേഷിച്ചേ മതിയാകൂ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മൾ പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? സെപ്റ്റംബർ 13 ഈ ഡൽഹിയിലെ പല മാധ്യമങ്ങൾക്കും അവരുടെ വാട്സപ്പിലേക്കൊരു വാർത്തയിലെയാണ്. എന്താണ് ആ വാർത്ത? കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നേതൃത്വ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മാഫിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവിടെ മാത്രമല്ല, അത് കേരളത്തിലും പിന്നെ UAE-യിലുടനീളമുള്ളൊരു നെറ്റ്വർക്ക്. എന്താണ് ആ മാഫിയ പറയുന്നത്? ഈ പറയുന്ന സ്വർണ്ണക്കടത്തൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുകൊണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് ഇടപാടുകളാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഹവാല പണം പിടിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഈ പിടിക്കുന്ന ഈ സ്വർണ്ണക്കടത്തും ഹവാല പണവും എല്ലാം ഈ പറയുന്ന ബാൻഡായ ഓർഗനൈസേഷന് വേണ്ടി ഫണ്ട് ചെയ്യുന്നു എന്നുകൂടി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അറിയുന്നത് എന്താ? ഇത് നടക്കുന്നത് സെപ്റ്റംബർ 13 കേട്ടോ. 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്. ആ വാർത്താ സമ്മേളനത്തിലാണ് പിണറായി വിജയൻ ഈ കണക്കൊക്കെ പറയുന്നത്. ഈ കണക്ക് നേരത്തെ തന്നെ ഡൽഹിയിലെ വിവിധ മാധ്യമങ്ങളിൽ എത്തിച്ചു കൊടുത്തു. ആരാണത് എത്തിച്ചു കൊടുത്തത്? ആ എത്തിച്ചു കൊടുത്തതിനെ കുറിച്ച് CM-ൻ്റെ ഓഫീസിനെ കുറിച്ച് സംശയമുണ്ട്. CM-ൻ്റെ ഓഫീസിലുള്ള ആളുകളാണ് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ സ്ഥിരീകരണം വന്നിട്ടില്ല, പക്ഷേ അത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? എങ്ങനെയാണ് സെപ്റ്റംബർ 13 ദേശീയ മാധ്യമങ്ങൾക്കിടയിൽ ഇങ്ങനൊരു മാധ്യമ പ്രവർത്തകർക്കിടയിലേക്ക് ഇങ്ങനെ ഒരു സന്ദേശം പരന്നത്? അത് 21 മുഖ്യമന്ത്രി പറയാനിരിക്കുന്ന കാര്യം, MR അജിത് കുമാർ എഴുതി കൊടുത്തു വെച്ചിരിക്കുന്ന കാര്യം, ആ ഡീറ്റെയിൽസ് ആണ് പോയിരിക്കുന്നത്. CM-ൻ്റെ ഓഫീസും സംശയത്തിന് നിഴലായി. അപ്പോൾ ഇവിടെ അന്വേഷിക്കപ്പെടേണ്ട 2-3 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ഈ സുബ്രഹ്മണ്യത്തിൻ്റെ കാര്യം അന്വേഷിക്കണം. എന്തിനാണ് സുബ്രഹ്മണ്യം ഈ ഇടനില നിന്ന് കളിച്ചത്? എന്തിനാണ് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം അവിടെ പോയിട്ട് ആ പത്രത്തിൽ എഴുതി ചേർത്തത്? അത് BJP RSSൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു തന്നെ. ഈ മലപ്പുറത്തിനെതിരായിട്ട്, അവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് രാജ്യത്തുടനീളം BJP-യും RSS-ഉം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനല്ല കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഈ കസേര തെറിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു മാഫിയ ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തോന്നും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. യഥാർത്ഥത്തിൽ BJP-യുടെയും RSS-ൻ്റെയും രാഷ്ട്രീയമാണ് അതിലൂടെ കടത്തിവിട്ടിരിക്കുന്നത്. അത് അനുവദിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് സുബ്രഹ്മണ്യത്തിനെതിരായിട്ട് അന്വേഷണം വേണം. 2, ഹിന്ദുവിനെതിരായിട്ടും അന്വേഷണം വേണം. മാന്യമായിട്ട് ഖേദം പറഞ്ഞാലൊന്നും ഈ പ്രശ്നം അവസാനിക്കത്തില്ലെന്നേ. ഇത് മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ വായിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം തിരികെ കയറ്റി അതൊരു PR ഏജൻസി എഴുതി തന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആ ഖേദപ്രകടനത്തിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. 3, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരാണിതിന് ഈ പറയുന്ന സെപ്റ്റംബർ 13 ഈ സാധനങ്ങൾ പ്രചരിപ്പിച്ചത് എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഈ 3 കാര്യങ്ങളും അന്വേഷിക്കാതെ ഹഹഹ എന്ന് ചിരിച്ചുകൊണ്ടും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരുന്നതുകൊണ്ടും എൻ്റെ ഒരു വാത്സല്യഭാജനമായൊരു ചെറുപ്പക്കാരൻ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സമയം കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ടും ഹിന്ദുമാന്യമായി ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് തടിയൂരാൻ കഴിയില്ല. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തടിയൂരാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഈ കാര്യത്തിൽ കേരളത്തിൻ്റെ ജനങ്ങളോട് വിശദീകരിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. വളരെ പെട്ടെന്ന് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, പൂരവുമായി ബന്ധപ്പെട്ടാണ്. പൂരവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ചെറിയ കാര്യമാണോ? കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാൻ ശ്രമം നടന്നു എന്നല്ലേ പറഞ്ഞത്? സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാൻ ശ്രമം നടന്നു.
തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആസൂത്രിതമായി ശ്രമിച്ചു. കുൽസിത ശ്രമം എന്നുകൂടി ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ തൃശ്ശൂർ പൂരം കലങ്ങി. ആ കലങ്ങിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളുള്ളവരാണ്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് തൃശ്ശൂർ മാത്രമല്ല കേട്ടോ, കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ടല്ലോ, അങ്ങനെയാണ് എങ്കിൽ ഈ ADGP അജിത് കുമാറിനെ എങ്ങനെയാണ് സംരക്ഷിക്കുക? നിങ്ങളിതൊരു രാഷ്ട്രീയ നിലപാടല്ലേ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് സംഘപരിവാറിന് പങ്കുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി. ആ തരത്തിലുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് എങ്കിൽ മറ്റേ PV അൻവർ വന്ന കേസൊക്കെ അങ്ങ് മാറ്റിവെക്കുന്നേ, ആ റിപ്പോർട്ട് വന്നിട്ട് നിങ്ങൾ അതിനകത്ത് ആക്ഷൻ എടുത്താൽ മതി. ഇവിടുത്തെ പ്രശ്നം എന്താണ്? സംഘപരിവാർ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടൊരു പൂരം കലക്കിയെന്ന റിപ്പോർട്ട് കൃത്യമായിട്ട്, അഥവാ ഇൻഫർമേഷൻ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിലേ, ദത്താത്രേയ ഓസബളയുമായി 1.5 വർഷം മുമ്പ് കൂടിക്കാഴ്ച നടത്തി ഈ ADGP. അത് കഴിഞ്ഞ് റാം മാധവ് എന്ന് പറയുന്ന സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇന്നത്തെ വാർത്ത എന്താ? വത്സൻ തില്ലങ്കരിയുമായും കൂടിക്കാഴ്ച നടത്തി. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു ADGPയെ മാറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതിന്റെ കാര്യം എന്താ? റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആ റിപ്പോർട്ട് വേണ്ട, ഈ മാറ്റം വരുത്താൻ ആ റിപ്പോർട്ട് വേണ്ടെന്നേ. ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരിക്കണം. ആ അർത്ഥത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. 2 കാര്യങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി അങ്ങേയറ്റം പരാജയമായിരുന്നു. ഒന്ന്, ഈ പറയുന്ന ഹിന്ദു ദിനപത്രവുമായി ബന്ധപ്പെട്ട് കൊടുത്ത അഭിമുഖത്തിന്റെ കാര്യത്തിൽ ആരെയെങ്കിലും എന്താ പറയുക, ആർക്കെങ്കിലും എതിരെ ഒരു നടപടിയെടുക്കാൻ തയ്യാറല്ല, എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ തയ്യാറല്ല. അതേപോലെ തന്നെ പൂരം കലക്കി സാമൂഹ്യ അന്തരീക്ഷം, സംസ്ഥാനത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ADGPയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതൊരു അത്ഭുതകരമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്. കാരണം ഫാസിസത്തിനെതിരായിട്ട്, വർഗീയതയ്ക്കെതിരായിട്ട് ഒക്കെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പണി ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ചെയ്യുന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കരുത്, ആ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കരുത്, അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം, അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകണം. ആ നടപടി ഒന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് പിണറായി വിജയൻ്റെത്. അത് അങ്ങേയറ്റം ഖേദകരമാണ്. ഒരു ചോദ്യത്തിനും അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയോ എന്നതാണ് ചോദ്യം. ആ ഉത്തരത്തിലേക്ക് വരും മുമ്പ് 2 കാര്യങ്ങൾ വിശദമാക്കാം. ഒന്ന്, മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ അനുകൂലമായ, മലപ്പുറം വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു പ്രസ്താവന നൽകി ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗം, PV അൻവറിനെ അടിക്കാനുള്ള ഏറ്റവും നല്ല വടി ന്യൂനപക്ഷ വിരുദ്ധരാണ് തങ്ങളെന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രതിക്കൂട്ടിൽ നിർത്തത്തക്ക രീതിയിൽ ഒരു ആരോപണം ഉന്നയിക്കുക. ഒപ്പം PV അൻവറിനു പിന്നിൽ അണിനിരന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്തുകാരും മാഫിയ സംഘങ്ങളും ഹവാല സംഘവുമാണെന്ന് വരുത്തി തീർക്കുക. ഈ ശ്രമമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരഞ്ഞെടുത്ത വഴി അത്യന്തം വിനാശകരമായിരുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തെക്കാളേറെ മുഖ്യമന്ത്രിയുടെ ഉത്തരങ്ങളാണ് ദോഷം ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന്, ഈ PR ഏജൻസി, ആദ്യത്തെ ചോദ്യം, PR ഏജൻസിയായ കേസിനുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ കേസൻ എന്ന് പറയുന്നതല്ല, ഒരു PR ഏജൻസിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഖജനാവിൽ നിന്ന് ഏതെങ്കിലും പണം ഇക്കാര്യത്തിൽ ചിലവാക്കിയിട്ടുണ്ടോ? അതിന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഖജനാവിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും കേസൻ എന്ന PR ഏജൻസിക്കോ മറ്റൊരു PR ഏജൻസിക്കോ നൽകിയിട്ടില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു പ്രശ്നമുണ്ടാവുന്നത്. പണം നൽകാതെ എന്തിനു വേണ്ടിയാണ് ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദു പത്രത്തിന് നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ ഈ വിശദീകരണത്തെ ഡിസോൺ ചെയ്യുന്നുണ്ട്, അഥവാ ഹിന്ദു പത്രത്തിൻ്റെ ഈ വിശദീകരണത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് CPM നേതാക്കൾ ചർച്ചകളിൽ വന്ന് സംസാരിക്കുന്നതും. മുഖ്യമന്ത്രിയും അത് തള്ളിക്കളയുന്നുണ്ട്. അത് പത്രവും PR ഏജൻസിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്ന TD സുബ്രഹ്മണ്യൻ്റെ റോള് ഇവിടെ ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് PV അൻവറിനെ അടിക്കാൻ വേണ്ടി എന്തുകൊണ്ട് PV അൻവർ മലപ്പുറത്തെ പോലീസിനെതിരെ രംഗത്ത് വന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി PV അൻവർ ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെ ഒരു തിരക്കഥ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 13-ാം തീയതി മറ്റൊരു PR ഏജൻസി വഴി സെപ്റ്റംബർ 21-ാം തീയതി 8 ദിവസങ്ങൾക്കു ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങൾ അതിനു മുൻപ് തന്നെ തയ്യാറാക്കി ഡൽഹിയിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്തിച്ചിരിക്കുന്നത് ഇതേ തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. PV അൻവറിനെ അടിക്കാനുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം PV അൻവറിനെ ഒരു
കടത്തുകാരനായി, PV അൻവറിനെ ഒരു ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റായി, ഒരു എക്സ്ട്രീമിസ്റ്റിൻ്റെ പ്രതിനിധിയായി, മുസ്ലിം തീവ്രവാദത്തിൻ്റെ പ്രതിനിധിയായി, ഹവാലയുടെ പ്രതിനിധിയായി ഇരട്ടത്ത് നിർത്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചതും ഇതിനാണോ എന്നതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം 13-ാം തീയതി ഈ PR ഏജൻസി, കേസിനടക്കമുള്ള PR ഏജൻസികൾ കൊടുത്തിരിക്കുന്ന ഈ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മലപ്പുറത്തെ ഒരു മാഫിയ കേന്ദ്രമായി കാണുന്നുവെന്ന് മാത്രമല്ല, നിരോധിക്കപ്പെട്ട സംഘടനകൾക്ക് വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത് എന്ന വളരെ അപകടകരമായ ഒരു വാചകം കൂടി 13-ാം തീയതിയിലെ പ്രസ് റിലീസിലുണ്ട് എന്ന് ഓർമ്മിക്കണം. ആ വാചകത്തോട് സാമ്യം നിൽക്കുന്ന വാചകമാണ് മുഖ്യമന്ത്രി പറയാതെ തന്നെ മുഖ്യമന്ത്രിയുടേതായി ദ ഹിന്ദു പത്രത്തിന്റെ അഭിമുഖത്തിൽ ഈ PR ഏജൻസി വഴി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. ദ മണി ഈസ് എൻറ്ററിങ് കേരള ഫോർ ആന്റി സ്റ്റേറ്റ് ആൻഡ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ്. അതായത് 21-ാം തീയതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേശത്തിനെതിരെയുള്ള കുറ്റകൃത്യമെന്ന് പറഞ്ഞതിനെ ഈ പണം ഹവാല വഴിയും സ്വർണ്ണക്കടത്ത് വഴിയും ഉണ്ടാവുന്ന പണം ആന്റി നാഷണൽ ആന്റി സ്റ്റേറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും അതിൽ കരിപ്പൂരിനെ ഒഴിവാക്കി മലപ്പുറം ജില്ല മാത്രമായി പ്ലേസ് ചെയ്യുന്നതിലൂടെയും 13-ാം തീയതി ഈ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് റിലീസും ഇപ്പോൾ 29-ാം തീയതി ഹിന്ദു പത്രത്തിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും രണ്ടിൻ്റെയും തിരക്കഥയുടെ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമാവുന്നു. ആ ഉദ്ദേശം എന്ന് പറയുന്നത് PV അൻവറിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹവാല, മയക്കുമരുന്ന്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതുകൂടാതെ നിരോധിക്കപ്പെട്ട സംഘടനകൾ, ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നവർ, ഇവരുടെ പട്ടികയിലേക്ക് PV അൻവറിനെ കണ്ണിചേർത്ത് പ്രചാരവേളയിൽ നമ്മൾ പറയുന്നത് പോലെ അദ്ദേഹം ഒരു നിരോധിക്കപ്പെട്ട സംഘടനയുടെ, ഹവാലയുടെ, കള്ളക്കടത്തിൻ്റെ ഭാഗമാണെന്ന് സ്ഥാപിച്ചാൽ പിന്നീട് അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം ദുർബലമായി പോകും. അതിനുള്ള ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ മറുപ്രചരണ വേല പാളി എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാവുന്നത്. പാളിയതിൻ്റെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഉത്തരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി മൗനത്തേക്കാൾ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഈ ഏജൻസിക്ക് പണം നൽകിയിരുന്നുവെങ്കിൽ, ഇങ്ങനൊരു PR ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇന്ന് പറഞ്ഞു നിൽക്കാമായിരുന്നു, ആ PR ഏജൻസി ഞങ്ങൾ ചുമതലപ്പെടുത്തിയ ഈ അഭിമുഖം തരപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ മാധ്യമ സംവിധാനത്തിനുമൊപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു PR ഏജൻസിയാണ് കേസൻ, ആ PR ഏജൻസി തെറ്റായി കൊടുത്തതാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് അതിൽ നിന്ന് തലയുരാം. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മളുടെ ഖജനാവിൽ നിന്ന് പണം പറ്റാതെ മുഖ്യമന്ത്രിക്ക് ഈ കേസൻ എന്തിനിങ്ങനെയൊരു ഉപകാരം ചെയ്തു കൊടുത്തു എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ നിങ്ങൾ പണം പറ്റുന്ന ഏജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാം. പണമല്ലാതെ മറ്റെന്താണ് സുബ്രഹ്മണ്യനും വിനീത് ഹണ്ടയ്ക്കും ഇതിലെ താല്പര്യമെന്നതാണ് ഈ ചോദ്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഉത്തരം മൗനത്തേക്കാൾ വളരെ അപകടകരമായ ഒരു സൂചനയിലേക്കാണ് പോകുന്നത്. വിനീത് ഹണ്ട എന്ന് പറയുന്ന ഈ കേസൻ എന്ന് പറയുന്ന PR ഏജൻസി കഴിഞ്ഞ 17 വർഷമായി പ്രവർത്തിച്ചതിൽ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിരിക്കുന്നത് BJPയുടെയും മോദി സർക്കാരിൻ്റെയും വിവിധ പ്രൊമോഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ പ്രൊമോഷൻ പ്രോജക്റ്റുകളുടെ പ്രധാനപ്പെട്ട ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും ശരി, അവരുടെ പ്രോജക്റ്റ് ഡിസൈൻ ആണെങ്കിലും ശരി, ഇതുമായി ബന്ധപ്പെട്ട ഈ കമ്പനിയുടെ പേര് നമ്മൾ കാണുന്നു. അങ്ങനെ മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്പനിക്ക് സർക്കാരിൽ നിന്ന് പണം സ്വീകരിക്കാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു അഭിമുഖം തരപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം ഇതിനുണ്ട്. ആ രാഷ്ട്രീയ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് മുഖ്യമന്ത്രി നൽകിയില്ല. അതുകൊണ്ടാണ് ഈ TD സുബ്രഹ്മണ്യൻ്റെ താല്പര്യം എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. അതിനെ ഞാൻ ഒരു തരത്തിലും മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ സംഘപരിവാറുമായി സന്ധി ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന് കരുതുന്നതേയില്ല. പകരം PV അൻവറിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു മറുപ്രചരണ തന്ത്രം, ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡ സ്ട്രാറ്റജി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചു. പക്ഷേ അത് പാളിപ്പോയി. അത് സെപ്റ്റംബർ 21 മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിവിധ PR ഏജൻസികൾ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകി. 21-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ നൽകി. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ഈ ഏജൻസി ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞ് അത് മൗനത്തേക്കാൾ വലിയ അപകടമുണ്ടാക്കുന്ന, ദുരൂഹതയുണ്ടാക്കുന്ന ഒരു ഉത്തരമായി മാറി എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് PV അൻവറിനെ അടിക്കാൻ ഇനി വേറെ വഴി തേടിപ്പോകുന്നതായിരിക്കും നല്ലത്. ആ കൗണ്ടർ പ്രചരണം പൊളിഞ്ഞിരിക്കുന്നു. അത് അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. കാരണം ഈ 35 മണിക്കൂർ സമയം കൊണ്ട് ഒരു ദേശീയ മാധ്യമത്തിൽ
മലപ്പുറത്ത് ഇങ്ങനെ ഹവാലയും സ്വർണ്ണക്കടത്തും നടക്കുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള 150 കിലോഗ്രാം സ്വർണവും 123 കോടി രൂപയുടെ ഹവാല പണവും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഒരു പരാമർശം വന്ന് അതിനെ നിരാകരിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് 35 മണിക്കൂർ ഇരിക്കുക വഴി അതിന് പടരാവുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും പടരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. കാരണം മലപ്പുറം വിരുദ്ധ പ്രസ്താവനകളിലൂടെ സംഘപരിവാർ നിശ്ചയിക്കുന്ന ഒരു ആഖ്യാനത്തിനും ഒരു അജണ്ടയ്ക്കും അത് വെടിമരുന്നായി മാറുകയായിരുന്നു. അതാണ് ചെയ്തു പോയ തെറ്റ്, രാഷ്ട്രീയമായ തെറ്റതാണ്. ഇന്ന് മുഖ്യമന്ത്രി ആ തെറ്റ് ഏറ്റുപറയുമെന്നാണ് നമ്മൾ കരുതിയത്. സാധാരണ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി ഉപദേശിക്കാറുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്ത കാര്യത്തിൽ സംഭവിച്ചു പോയ ഒരു വലിയ പാകപ്പിഴവാണ് അത്. നിലവിൽ ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ PR ഏജൻസിയോട് ഈ മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും എന്തിനാണ് കരുണയുണ്ടാവേണ്ടത്? എന്തിനാണ് ഒരു കെയർ ഉണ്ടാവേണ്ടത്? ഒരു കെയറും ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. ശരി, പത്രത്തിന്റെ ധാർമ്മികതയെ മുൻനിർത്തി ഇതിലും അധികം ആക്രമണങ്ങൾ മുഖ്യമന്ത്രി നേരിടുന്ന ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി ആ പത്രസ്ഥാപനത്തിനെതിരെ കേസെടുത്തിട്ടില്ല. കമല ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ പലതരത്തിലും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് മാധ്യമങ്ങൾ ആക്രമിക്കുമ്പോൾ, തെറ്റായ വാർത്തകൾ നൽകുമ്പോൾ മുഖ്യമന്ത്രി കേസെടുക്കാൻ പോയിട്ടില്ല, മനസ്സിലാക്കുന്നു. പക്ഷേ ദ ഹിന്ദു പത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട്, ഹിന്ദു പത്രത്തിന്റെ വിശദീകരണക്കുറിപ്പിനെ മനസ്സിലാക്കിക്കൊണ്ടും അത് കണക്കിലെടുത്തുകൊണ്ടും ഈ PR ഏജൻസിക്കെതിരെ കേസ് നൽകുന്നതിന് തടസ്സമില്ലല്ലോ. അതായത് ദ ഹിന്ദു പത്രത്തെ സാക്ഷിയാക്കുക. നിങ്ങൾ ഹിന്ദു പത്രത്തിനെതിരെ കേസ് കൊടുക്കണ്ട. പക്ഷേ ഹിന്ദു പത്രം നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമായൊരു പ്രസ്താവന മുഖ്യമന്ത്രി പറയാതെ മുഖ്യമന്ത്രിയുടെ വായിൽ തിരികിയ PR ഏജൻസിക്കെതിരെ കേസ് കൊടുക്കാൻ എന്ത് രാഷ്ട്രീയ തടസ്സമാണ് മുന്നിലുള്ളത്? തൻ്റെ CPM സഹയാത്രികനായ ദേവകുമാറിൻ്റെ മകനും SFI നേതാവുമായ സുബ്രഹ്മണ്യനോടുള്ള അമിത വാത്സല്യമാണ് കാരണമെങ്കിൽ ആ അമിത വാത്സല്യം പാർട്ടിയെയും ഇടതുമുന്നണിയെയും വലിയ ഊരാക്കുടുക്കിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് വ്യക്തത വരുത്തിയോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം വ്യക്തത വരുത്തിയില്ല എന്ന് മാത്രമല്ല, പറഞ്ഞു കൂടുതൽ കുടുങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ്രൂ. അരുൺ, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ പറഞ്ഞ പൂരം കലക്കി അത് പൂരം കലക്കാൻ കുലിസിത ശ്രമങ്ങൾ നടന്നു എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ. ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ കാണുന്ന ചർച്ചകളും ഈ പറയുന്ന പ്രശ്നങ്ങളും മുഴുവൻ ഉണ്ടാകുന്ന ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ. ഇന്ന് മുഖ്യമന്ത്രി ഇത്രയും നാളും ഒരു അക്ഷരം ആ കാര്യത്തെക്കുറിച്ച് മിണ്ടാത്ത മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ട് വളരെ കൂളായിട്ട് പൂരം കലങ്ങി അത് കലക്കാൻ കുലിസിത ശ്രമം ഉണ്ടായി എന്ന് പറയുകയാണ്. എന്നിട്ട് 3 അന്വേഷണ ഏജൻസികളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്, 3 പേരെ. 2 ADGPമാർ, 1 DGP. എന്നിട്ട് എന്താ അറിയുക ചെയ്തിരിക്കുന്നത്? ഈ DGP ഇന്ന് ഓൾറെഡി ഈ പറഞ്ഞ ADGP അജിത് കുമാറും RSSുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ADGPൻ്റെ ഭാഗത്ത് തെറ്റിടുന്ന ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അവിടെ മാറ്റി വെച്ചിട്ട് എന്താ പറയുന്നതെന്ന് അറിയോ? അതിനെ മേലെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് തരട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിനൊരു സംരക്ഷണത്തിൻ്റെ പാതയില്ലേ? ആ സംരക്ഷണത്തിൻ്റെ പാതയല്ല ഈ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ CPI പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ PV Anwar പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ പ്രതിപക്ഷം ഈ പറയുന്ന ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കാണുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, എത്ര വലിയ കുറ്റം ചെയ്താലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. എന്ത് വലിയ കുറ്റം ചെയ്താലും സംരക്ഷിക്കുകയാണ്, എങ്ങനെയാണെങ്കിലും സംരക്ഷിക്കുകയാണ്, എന്തു പറഞ്ഞാലും സംരക്ഷണമാണ്. അപ്പം ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? പൂരം കലങ്ങി എന്ന് പറഞ്ഞ CPIൻ്റെ ആരോപണം, അവരെ ഘടകകക്ഷിയാണല്ലോ, അവരുടെ ഭരണകക്ഷി MLA ആയിരുന്ന PV Anwarൻ്റെ ആരോപണം അത് അംഗീകരിക്കുകയല്ലേ ചെയ്തത്? CPIൻ്റെ കാര്യം അംഗീകരിക്കുകയല്ലേ? പ്രതിപക്ഷം പറഞ്ഞത് അംഗീകരിക്കില്ലേ? VD സതീശൻ പറഞ്ഞത് അംഗീകരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? മുസ്ലിം ലീഗ് പറഞ്ഞത് അംഗീകരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? അപ്പോൾ പൂരം കലങ്ങി എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് അർദ്ധശക്തിക്ക് ഇടയില്ലാതെ ഇന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിൻ്റെ കൂടെ ഇന്ന് മുഖ്യമന്ത്രി ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഒരു പുതിയ അന്വേഷണ ഏജൻസി, പുതിയ അന്വേഷണ സംവിധാനം കൂടി ഏർപ്പെടും. ഇനി ആ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നേ. ഇനിയിപ്പോൾ പറയുന്ന PV Anwarൻ്റെ പേരിൽ ഈ പറഞ്ഞ നാളെയോ മറ്റന്നാളോ കിട്ടാൻ പോകുന്ന റിപ്പോർട്ട് കണ്ണടച്ച് തള്ളാം. കാരണം എന്താണ്? അതെന്തായിരിക്കും റിപ്പോർട്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ പറഞ്ഞ സംവിധാനം ഇല്ലെങ്കിൽ അത് കണ്ണടച്ച് തള്ളിക്കൂടെ? പിന്നെ എന്താണ് തള്ളേണ്ട കാര്യം? ഈ രാഷ്ട്രീയ വിശദീകരണം നടത്തേണ്ടി വരും. ഈ RSSും ഈ പറഞ്ഞ ADGP കാര്യത്തിൻ്റെ അകത്ത് ആ രാഷ്ട്രീയ വിശദീകരണം നടത്തേണ്ട കാര്യത്തിൻ്റെ അകത്ത് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവം? നാളെ മറ്റന്നാളൊന്നും തീരുമാനമില്ല. ആ തീരുമാനം എന്താണ്? പുതിയ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിന് 3 പേരെ വെച്ചിരിക്കുന്നത്, 2 ADGPമാരെ. ഒരാളെ ഏർപ്പാടാക്കി എന്തിനാണെന്നറിയോ? ഒരാളെ ഏർപ്പാടാക്കിയത് തൃശ്ശൂർ പൂരം അതായത് വിവിധ വകുപ്പുകളിൽ ക്രൈംബ്രാഞ്ച്. അതെ,
അല്ല ഇന്റലിജൻസ് അല്ലല്ല അങ്ങനെയല്ല കുറ്റകൃത്യങ്ങൾ നോക്കാനായിട്ട് അല്ലല്ല ഈ വിവിധ വകുപ്പുകളിൽ നിന്നും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ എന്ന് നോക്കാൻ ADGP പിന്നെ നമ്മുടെ മനോജ് എബ്രഹത്തെ അതെ തൃശ്ശൂർ പൂരം കലങ്ങിയോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ച് നമ്മുടെ വെങ്കടേഷിനെ വെച്ചു. പിന്നെ ക്രമസമാധാന ചുമതലയുള്ള പിന്നെ ADGP അജിത് കുമാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി DGPനെ വെച്ചു. ആ DGP ഓൾറെഡി റിപ്പോർട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹം തെറ്റ് ചെയ്തു എന്ന്. എന്നിട്ട് ആ പോസ്റ്റിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അയ്യോ ഇനി റിപ്പോർട്ട് വരട്ടെ. ഇനി എന്ത് റിപ്പോർട്ടാണ് വേണ്ടത്? കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷവും സ്വന്തം പാർട്ടിയും സ്വന്തം ഘടകകക്ഷിയിലുള്ള ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയും ഇദ്ദേഹം തെറ്റ് ചെയ്തു, മാറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്നത്തെ ചിരി എന്ന് പറയുന്നുണ്ടല്ലോ എല്ലാ ചോദ്യത്തിൻ്റെ ആൻസറാണ്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ച മുഴുവൻ ചോദ്യത്തിൻ്റെ ആൻസർ ആ ചിരിയിലുണ്ട്. എന്താണെന്നറിയോ? എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ല, ഞാനിതിങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ മറുപടി എന്താണെന്നറിയോ? അതിൻ്റെ മറുപടി എന്താണെന്നറിയോ? ഇപ്പോൾ പിന്നെ എന്താണ്, ഞാൻ എൻ്റെ നിലപാട് നേരത്തെ പറഞ്ഞതല്ലേ ഇവരൊന്നും മാറ്റില്ല എന്ന്. റിപ്പോർട്ട് പുറത്തേ മാറ്റുള്ളൂ. അപ്പം റിപ്പോർട്ട് അടുത്തൊന്നും വേണ്ട. ഇപ്പം നാളെ റിപ്പോർട്ട് വരുമ്പോൾ ഇന്നൊരു പുതിയ അന്വേഷണം. നേരത്തെ അങ്ങനെ തന്നെയാണല്ലോ. ഈ ADGPക്കെതിരെ അന്വേഷണത്തിന് എത്ര ദിവസം മുന്നേ ശുപാർശ നടത്തിയതാണ്? ഇന്നാണല്ലോ അന്വേഷണം. എന്തുകൊണ്ടെന്നറിയോ? മറ്റേ റിപ്പോർട്ട് വന്നാൽ അതിൻ്റെ നടപടി എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം പുകമറ സൃഷ്ടിച്ച് അത് തന്നെയാണ് ഈ പ്രതിപക്ഷവും ഈ പറയുന്ന PV അൻവറും ഈ പറഞ്ഞ 6 അന്വേഷണത്തെയാണ് ഈ പറഞ്ഞ ADGP നേരിടുന്നത്. ഇപ്പോൾ 6 അന്വേഷണം. ഏത് പോസ്റ്റായിരിക്കുന്നത്? ക്രമസമാധാന ചുമതലേൻ്റെ പോസ്റ്റിൽ. ചരിത്രത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അതും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. ചെറിയ ആരോപണം. ഈ ക്രമസമാധാന ചുമതല ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ക്രമസമാധാനം തടസ്സപ്പെടുത്തി എന്നതാണ് അതിലെ ആദ്യത്തെ കുറ്റം. തൃശ്ശൂർ പൂരത്തിലെ ക്രമസമാധാനം തന്നെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ആദ്യത്തെ കുറ്റം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പിന്നെ ഹിന്ദുവായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്ത് അരുൺകുമാർ പറഞ്ഞതുപോലെ PV അൻവറിനെ വെട്ടാൻ വേണ്ടിയിട്ട് വടിയെടുത്തു. എന്നിട്ട് സ്വന്തം മറ്റവരെടുത്തു അടിയാൻ വാങ്ങുകയാണ്, നിന്നടി വാങ്ങുകയാണ്. ഇദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് കുറേ ഇടും. അത് തിരിച്ചടിച്ചു. ഈ പറഞ്ഞ മലപ്പുറത്ത് സ്വർണ്ണവും കേസും ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു, സ്വർണ്ണക്കടത്തും മുഴുവൻ തിരിച്ചടിച്ചു. ഇതെല്ലാം തിരിച്ചടിച്ച് കഴിഞ്ഞിട്ടും ഇപ്പോഴെന്താണെന്ന് പറയുന്നത് അങ്ങനെ ഒരു PR ഏജൻസി ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ആകാശത്ത് വന്ന PR ഏജൻസിയാണോ? ഈ PR ഏജൻസി ഏർപ്പാടാക്കിയിട്ട് കേസെടുക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണ്ടേ? അങ്ങനെ ഒരു PR ഏജൻസിയിൽ ഞങ്ങൾ കേസെടുക്കണ്ടേ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എന്നിട്ടും എന്താ പറയുന്നത് അറിയോ? നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമോ? നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എന്ത് ആത്മാർത്ഥതയുള്ള മാധ്യമം! ഹിന്ദു പിന്നെ ഇത്രയും നല്ല കാര്യം ചെയ്ത് അവർ ക്ഷമ പറഞ്ഞില്ലേ? എന്ത് കൂളായിട്ടാണ് മുഖ്യമന്ത്രി കൊടുത്തു. നമ്മൾ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അറിയോ, നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ വായിൽ തിരികണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അങ്ങനെയാണ് സാധാരണ പറയുക. നിങ്ങൾക്ക് പറയേണ്ടത് നിങ്ങൾ പറഞ്ഞോളാം, അത് എൻ്റെ വായിൽ നിന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറയുന്നറിയോ? ഞാൻ പറയാത്ത ഒരു കാര്യം മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഈ പറയുന്ന ഹിന്ദു തിരികെ കൊടുത്തിട്ട് ഹിന്ദു അടിച്ച് പിന്നെ ജനങ്ങളിലേക്ക് വിട്ടിട്ട് ആ പറഞ്ഞ സ്ഥാനത്ത് അയ്യോ എന്ത് ഡീസൻ്റായിട്ട് അവർ പെരുമാറുന്നത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായി മാറുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ മോശമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്താണെന്നറിയോ? ഈ സംഘപരിവാർ അജണ്ടയും ഈ RSSുമായി ബന്ധപ്പെട്ട അജണ്ടയും എല്ലാം കൂട്ടിപ്പടിഞ്ഞെടുക്കുക. നിങ്ങൾ നോക്കിക്കോളൂ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അകത്ത് ഈ PR ഏജൻസി ആരാന്നറിയോ? ഈ PR ഏജൻസി അങ്ങനെയൊന്നും നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്നേ. കാരണം എന്താ പറയുക, ഇതത്ര ചെറിയ PR ഏജൻസി അല്ല. ഇത് റിലയൻസിന് വേണ്ടി പണിയെടുക്കുന്ന ഏജൻസിയാണ്. ഇത് മോഡിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഏജൻസിയാണ്. അങ്ങനെ ഒരു ചെറിയ ലെവലിൽ പോയിട്ട് PR ഏജൻസി നടപടി സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം പടക്കണം. അത് പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയെടുത്തത്. ഈ പറയുന്ന ഹിന്ദുവിൽ ആർട്ടിക്കിൾ കൊണ്ടുവന്നതും ഡൽഹിയിലെ പത്രക്കാർക്ക് ഈ പറയുന്ന ആർട്ടിക്കിൾ മുഴുവൻ അയച്ചു കൊടുത്തതും അൽജിസറയിൽ പോയിട്ട് പിന്നെ ദുബായിൽ പോയിട്ട് പിന്നെ വാർത്ത കൊടുത്തത് എന്തിനാണെന്നറിയോ? ഈ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ അജണ്ട നടപ്പിലാക്കുന്നതിനെതിരെ ഇപ്പോൾ ഈ പറഞ്ഞ PR ഏജൻസിക്കെതിരെ നടപടി സ്വീകരിച്ചാൽ എന്താ സംഭവം എന്നറിയോ? ഈ പറഞ്ഞ പണികളെല്ലാം വേസ്റ്റായി. അന്ന് PV അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതെന്താണെന്നറിയോ? ഇത് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ RSSുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരെ മുമ്പിൽ കൊടുക്കാനുള്ള ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റാണ് ഹിന്ദു ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ആ ഡോക്യുമെൻ്റ് തള്ളി പറഞ്ഞാൽ ഇവരടുത്ത് പണി മുഴുവൻ വേസ്റ്റായിന്ന്. അതുകൊണ്ട് ഈ PR ഏജൻസിക്ക് നടപടി സ്വീകരിക്കില്ല എന്നേ. അങ്ങനെ നടപടി സ്വീകരിക്കാൻ ഈ പറഞ്ഞ പിണറായി വിജയന് പറ്റില്ല. നടപടി സ്വീകരിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഹിന്ദു അച്ചടിച്ചിറങ്ങി 8 മണിക്ക് ഇവരെല്ലാം കൂടെ കയ്യിൽ കിട്ടിയതാണല്ലോ. അത് കഴിഞ്ഞ് 35 മണിക്കൂർ വെയിറ്റ് ചെയ്തില്ലേ? ഈ പറഞ്ഞ ആരോപണം മുഴുവൻ പഴുത്ത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ആരോപണത്തിന് മറുപടി വന്നത്. എന്തുകൊണ്ട് ഈ പറയുന്ന 35 മണിക്കൂർ അനങ്ങാതിരുന്നു? അപ്പോൾ ഇതിനൊന്നും മറുപടിയില്ല. ഇത് ചോദിക്കുമ്പോൾ എന്താ അറിയോ, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു.
മാധ്യമങ്ങളുടെ പണി അതല്ലേ എന്ന്. മാധ്യമ പക്ഷേ എന്താണ് ഞാൻ പറയാത്ത ഒരു കാര്യം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് തെറ്റാണെന്നും ആർജവത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം ഇന്ന് മുഖ്യമന്ത്രി ചെയ്യണമായിരുന്നു. അത് മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ സംവിധാനത്തിൻ്റെ അകത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരമായില്ല. പക്ഷേ ഇന്നത്തെ പത്രസമ്മേളനം ശരിക്കും പറഞ്ഞാൽ ഗംഭീര തിരിച്ചടിയാണ്. ഈ പറഞ്ഞ 1.5 മാസത്തെ ഈ പറഞ്ഞ കോലാഹലങ്ങൾക്കെല്ലാം ഉള്ളൊരു ഒറ്റ ഉത്തരമായിട്ട് ഇന്നത്തെ പത്രസമ്മേളനം മാറി. ഈ അജിത് കുമാറിൻ്റെ കേസിൻ്റെ അകത്താണെങ്കിലും പൂരം കലക്കിയ കേസുമാണെങ്കിലും PV അൻവർ ഉന്നയിച്ച ആരോപണമുള്ള കേസിനാണെങ്കിലും ഈ പറഞ്ഞ ഹിന്ദുവിൻ്റെ കേസിനാണെങ്കിലും എല്ലാ കേസിൻ്റെയും മറുപടി ഇന്നുണ്ടായിരുന്നു. മറുപടി എല്ലാം എന്താണ്? മുഖ്യമന്ത്രിക്ക് നേരെയുള്ള സ്വന്തം വടിയെടുത്തിട്ട് സ്വന്തം അടിയുള്ള പോലെ തന്നെ ആയി എന്നുള്ളതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരമായോ എന്ന ചോദ്യത്തിന് 3 പേരുടെ അഭിപ്രായം ഉത്തരമായിട്ടില്ല എന്ന് തന്നെയാണ്, നോ എന്ന് തന്നെയാണ്. Meet the editors.